السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من كان يريد حرث الآخرة نزد له في حرثه ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب. صدق الله مولانا العظيم. إن الصدقة تطفئ غضب الرب وتدفع ميتة السوء. صدق رسول الله. يا من يرى مد البعوض جناحها في ظلمة الليل البهيم الأليل ويرى عروق نياطها في نحرها والمخ في تلك العظام النحل. اغفر لعبد تاب من فرطاته ما كان منه في الزمان الأول. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, പരിശുദ്ധ റമളാൻ സഹജീവികളോട് കൂടുതൽ കാരുണ്യം പ്രകടിപ്പിക്കേണ്ടുന്ന, അവശരായ സാധുക്കളെ ചേർത്ത് പിടിക്കേണ്ടതുള്ള, ദാനധർമ്മങ്ങൾ കൊണ്ട് സജീവമാക്കേണ്ടുന്ന മാസമാണ് റമളാൻ മാസം. ഒരു വർഷത്തിലെ ഇതര മാസങ്ങളെക്കാൾ ഇക്കാര്യങ്ങളിൽ ഓരോ സത്യവിശ്വാസികളും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്, ആവേശം കാണിക്കേണ്ടതുണ്ട്. ഇതാണ് പരിശുദ്ധ റസൂലിൻ്റെ മാതൃക. സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദന്നാസി ഫീ റമളാൻ. അല്ലാഹുവിൻ്റെ തിരുദൂതർ മറ്റാരെക്കാളും റമളാൻ മാസത്തിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവരായിരുന്നു. അജ്വദന്നാസി ഫീ റമളാൻ, മറ്റു മാസങ്ങളിലും ദിവസങ്ങളിലും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്വതക്കകൾ റമളാൻ മാസത്തിൽ ചെയ്യുന്നവരായിരുന്നു. വാസ്തവത്തിൽ നിർബന്ധ ദാനമായ സക്കാത്ത്, ആ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്ന മാസവും സമയവും വാസ്തവത്തിൽ റമളാൻ അല്ല. പലരും തെറ്റിദ്ധരിച്ചു, സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്ന മാസം റമളാനാണ്. നോമ്പ് നിർബന്ധമുള്ളതുപോലെ, തറാവീഹ് പുണ്യമുള്ളതുപോലെ സക്കാത്തിൻ്റെ ഒരു മാസമാണ്, അത് നിർബന്ധമാകുന്ന ഒരു സമയമാണ് റമളാൻ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ അങ്ങനെയല്ല. റമളാനുമായി ബന്ധപ്പെട്ട് നിർബന്ധമാകുന്ന ഒരേ ഒരു സക്കാത്ത് ഫിത്ർ സക്കാത്താണ്. റമളാനിൻ്റെ ഫിനിഷിംഗ് പോയിന്റും പെരുന്നാളിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും ആ സമയത്തുള്ള ആളുകൾ, അത് മാത്രമേ ഈ സമയമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ. അല്ലാത്ത സ്വർണത്തിൻ്റെ സക്കാത്തായാലും വെള്ളിയുടെ സക്കാത്താണെങ്കിലും പണത്തിൻ്റെ സക്കാത്താണെങ്കിലും കച്ചവടത്തിൻ്റെ സക്കാത്താണെങ്കിലും അതൊന്നും നിർബന്ധമാകുന്ന സമയം റമളാൻ അല്ല, 27-ാം രാവൊന്നും അല്ല. പിന്നെ സ്വർണം, വെള്ളി, കച്ചവടം, പണം എന്നിത്യാദി ധനങ്ങളുടെ സക്കാത്ത് എപ്പോഴാണ് നിർബന്ധാകുന്നത്? നിസ്വാബ് തികഞ്ഞ് ഒരു വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് അവകളുടെ സക്കാത്ത് നിർബന്ധമാകുന്ന സന്ദർഭം.
നിസ്വാബ് തികയുക എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത മൂല്യമെത്തുക. ആ മൂല്യമെത്തി ഒരു വർഷം കയ്യിലിരിക്കുക, അല്ലെങ്കിൽ അധീനത്തിൽ, അധികാരത്തിൽ, അധികാര പരിധിയിൽ ഉണ്ടാവുക. നിശ്ചിത മൂല്യം എന്ന് പറയുമ്പോൾ വെള്ളി 595 ഗ്രാമോ അതിന് മീതെയോ ഉണ്ടെങ്കിൽ അതിന് 2.5%. സ്വർണം 85 ഗ്രാമോ അതിന് മീതെയോ ഉണ്ടെങ്കിൽ അവിടെ 2.5%. കറൻസിയുടെയും കച്ചവടത്തിൻ്റെയും സക്കാത്തിന്റെ കണക്കോ അതിൻ്റെ നിസാബോ അത് സ്വർണവും വെള്ളിയുമായിട്ടാണ് തുലനം ചെയ്യാറ്. പണ്ട് കാലങ്ങളിലൊക്കെ ഈ 595 ഗ്രാം സിൽവറും 85 ഗ്രാം സ്വർണവും ഏതാണ്ട് ഈക്വലായിരുന്നു, തത്തുല്യമായിരുന്നു. എന്നാൽ വർത്തമാനകാലത്ത് വലിയ അന്തരമുണ്ട് സ്വർണവും വെള്ളിയും തമ്മിൽ. അപ്പോൾ പണത്തിന്റെ സക്കാത്ത് വെള്ളിയെ ആധാരമാക്കിയിട്ടാണോ വേണ്ടത്, അതോ സ്വർണത്തിന്റെ നിസാബാണോ കണക്കാക്കേണ്ടത്? പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ ചർച്ചയുണ്ട്. ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇമാമീങ്ങളും സൂക്ഷ്മതയുടെ ഭാഗമായി പറഞ്ഞത് വെള്ളിയാണ് പരിഗണിക്കേണ്ടത്. ആ കണക്കിന് ഇന്നലെ ഞാൻ നെറ്റിലൊന്ന് നോക്കി, മാർക്കറ്റ് പ്രകാരം 595 ഗ്രാം വെള്ളിയുടെ വില ഏതാണ്ട് ഒരു 67,000 രൂപ, 70,000-ഓളം രൂപ. അത് ഒരു വർഷം നീക്കിയിരിപ്പുണ്ടെങ്കിൽ, നിക്ഷേപമായി കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 70,000 മൂല്യമുള്ള ചരക്കും പണമെല്ലാമുള്ള ഒരു കച്ചവടമുണ്ടെങ്കിൽ 2.5% നിർബന്ധമാകും എന്നതാണ് സൂക്ഷ്മത. എന്നാൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ വെള്ളിയല്ല, സ്വർണമാണ് നിസാബായി കണക്കാക്കേണ്ടത്. കാരണം വെള്ളി ഇന്നത്തെ കാലത്ത് കണക്കൂട്ടിയ ഒരു പെട്ടിക്കടക്കാരനും സക്കാത്ത് കൊടുക്കേണ്ടി വരും. 70,000 എന്നൊക്കെ പറഞ്ഞാൽ ആ പെട്ടിക്കടക്കാരൻ കഷ്ടിച്ച് ജീവിതം തള്ളി നീക്കി അയാളോടും കൊടുക്കണം എന്ന് പറഞ്ഞാൽ സക്കാത്തിന്റെ ശൈലി തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. സമ്പന്നരിൽ നിന്ന് മേടിച്ച് ദരിദ്രർക്ക് കൊടുക്കുന്ന സിസ്റ്റാണ് സക്കാത്ത്. അപ്പൊ ഇയാള് പാവം ഒരു പെട്ടിക്കട നടത്തിയിട്ട് മേടിക്കുക എന്ന് പറഞ്ഞാൽ അനൗചിത്യമുണ്ട്. അതുകൊണ്ട് സ്വർണമാണ് നിസാബാക്കേണ്ടത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായിരുന്നാലും ഈ വിഷയത്തിലെ ഇഹ്തിയാത്ത്, സൂക്ഷ്മത വെള്ളിയായിട്ട് പരിഗണിക്കലാണ്. എന്തായാലും ഒരു 7 ലക്ഷം രൂപന്റെ വണ്ടി കച്ചവടം, എന്തെങ്കിലും ഒരു കച്ചവടം നടത്തുന്ന ആൾക്ക് ഒരു പഴുത് പറഞ്ഞും രക്ഷപ്പെടാൻ സാധിക്കില്ല. ഈ ഒരു മൂല്യമുള്ള നിസാബ് ഒരു വർഷം എന്നാണോ തികയുന്നത് അന്ന് സക്കാത്ത് കൊടുക്കുക. കച്ചവടം തുടങ്ങിയത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസത്തിലാണ് കച്ചവടം തുടങ്ങിയത്. പിറ്റേ വർഷം ഈ പറഞ്ഞ കണക്കിലുള്ള ചരക്കും പൈസയോടുകൂടി തുടങ്ങിയത് പിറ്റേ റബീഉൽ അവ്വൽ വന്നാൽ നിർബന്ധമായി. മുഹറമിലാണ് ഗോൾഡ് കയ്യിൽ വന്നത്, 85 അതിന്റെ മുകളിലോ ഗ്രാം കയ്യിൽ വന്നത്. ആ മാസം വരുമ്പോൾ കൊടുക്കണം. ദുൽഹിജ്ജ മാസാണ് എങ്കിൽ ആ മാസം വന്നാൽ കൊടുക്കണം. അകാരണമായി സമയമെത്തിയാൽ പിന്തിപ്പിക്കലും നീട്ടിവെക്കലും കുറ്റകരമാണ്. ഇവിടെ മാസം കണക്കാക്കേണ്ടത് ചന്ദ്രവർഷമാണ്, ഹിജറ വർഷം. സൂര്യവർഷത്തേക്കാൾ ഒരു 10-11 ദിവസത്തിന്റെ കുറവ് മാറ്റമുണ്ട് ചന്ദ്രവർഷത്തിന്. ചന്ദ്രവർഷം പൂർത്തിയാകുമ്പോൾ, ഹിജറ വർഷ പൂർത്തിയാകുമ്പോൾ അപ്പ കൊടുക്കണം, നീട്ടിയാക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ എല്ലാവരും ഇപ്പൊ ഈ റമദാനിൽ സക്കാത്ത് കൊടുക്കണേ? എല്ലാവരും റമദാൻ മാസമാണല്ലോ കൊടുക്കണേ. അതെന്താ? അതിന് ഒരൊറ്റ വകുപ്പുള്ളത്. റമദാനിൽ ആണ് കച്ചവടത്തിന്റെ സ്റ്റാർട്ടിംഗ് എങ്കിൽ, നിസാബ് കയ്യിലെത്തി ഒരു വർഷം തികയുന്നതെങ്കിൽ റമദാനിൽ കൊടുക്കാം. അല്ലെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ റജബിലാണ്, അല്ലെങ്കിൽ ഷഅബാനിലാണ്, 1-2 മാസം മുന്നെയാണ്, അല്ലെങ്കിൽ റബീഉൽ അവ്വലിലാണ്, 4-5 മാസം മുമ്പിലാണ്. മുൻകൂറായി റമദാനിന്റെ മഹത്വം പരിഗണിച്ച്, കാരണം ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലി ഉണ്ടല്ലോ. അപ്പൊ ഈ സക്കാത്ത് എന്ന ഫർള് നിർവഹിക്കുമ്പോൾ, കൊടുത്തു വീട്ടുമ്പോൾ 70 ഇരട്ടി പുണ്യം കിട്ടട്ടെ എന്ന് വിചാരിച്ച് റമദാനിൽ മുന്നോടിയായി അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന സിസ്റ്റം, അതിന് തെറ്റില്ല എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റമദാനിന്റെ മാഹാത്മ്യം പരിഗണിച്ചുകൊണ്ട് സമയമെത്തും മുമ്പ്, ഹൗല് തികയും മുമ്പ്, അതിന്റെ സമയം നിർബന്ധമായ സമയമെത്തുന്നതിന്റെ മുമ്പ് മുൻകൂറായി കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. ആ നിലക്കാണ് റമദാനിൽ എല്ലാവരും ഇത് ചെയ്തു വരുന്നത്.
അപ്പൊ അവിടെ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ മുൻകൂറായിട്ടാണല്ലോ കൊടുക്കുന്നത്. കച്ചവടം എന്ന് പറഞ്ഞാൽ ഏറ്റ വ്യത്യാസം വരും. റബീഉൽ അവ്വലിലാണ് ശരിക്കും വർഷം തികയുന്നത്. അവിടെ വെച്ച് കണക്ക് കൂട്ടിയിട്ട് കൂടുതലുണ്ടെങ്കിൽ കൊടുക്കണം. ഇപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കണക്ക് കിട്ടൂല, ഒരു അനുമാനം വെച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. കൃത്യമായ കണക്ക് അവിടെ ആ കൊല്ലം തികയുമ്പോഴാണ് കിട്ടുക. അപ്പൊ കണക്ക് കൂട്ടിയിട്ട് കുറവുണ്ടെങ്കിൽ അതവിടെ നികത്തപ്പെടണം. ഈ കാര്യം ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഏതായിരുന്നാലും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ആളുകൾ അത് കൊടുക്കലാണ് ലാഭക്കച്ചവടം. ഇല്ലെങ്കിൽ ഉറപ്പാണ് നഷ്ടത്തിൽ ചെന്ന് കലാശിക്കും. ദുനിയാവിലും ആഖിറത്തിലും അത് നഷ്ടമാണ് നൽകാതിരിക്കൽ. നൽകൽ ഇരുലോകത്തും ലാഭകരമാണ്. ഒരാളുടെ സുഗമമായ ജീവിതം നടന്നു പോകുന്നത് എങ്ങനെയാണ്, എപ്പോഴാണ്? അള്ളാന്റെ സഹായം കിട്ടുമ്പോഴാണ്. നമ്മൾ എത്ര തുള്ളിച്ചാടിയാലും സമ്പാദിച്ചാലും ആരോഗ്യമാർജിക്കാൻ വ്യായാമത്തിന് പോയാലും അതുകൊണ്ടൊന്നും നമ്മുടെ ലൈഫ് സേഫ്റ്റി ആവൂല, എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഹാപ്പി ആവൂല. അതിന് അള്ളാന്റെ സഹായം വേണം. അള്ളാന്റെ സഹായം കിട്ടണമെങ്കിൽ സുഖമുള്ള കാലത്ത് അസുഖമുള്ളവരെ മാനിക്കണം, ഉള്ള കാലത്ത് ഇല്ലാത്തവരെ തിരിച്ചറിഞ്ഞ് അവരെ സഹായിക്കണം. ഒരു ഖുദുസിയായ ഹദീസിൽ ഇങ്ങനെ കാണാം, സഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. ആരംഭപ്പൂവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അല്ലാഹു പറയുന്നുണ്ട്, മക്കളെ, യബ്ന ആദം, ആദം പുത്ര മനുഷ്യ, അൻഫിഖ് ഉൻഫിഖ് അലൈക, അൻഫിഖ് നീ ചിലവ് ചെയ്യണം. നിനക്ക് ഞാൻ തന്ന ധനം നീ ചിലവഴിക്കണം. സക്കാത്തായിട്ടും സുന്നത്തായ സ്വതക്കയായിട്ടും നിന്റെയും ആശ്രിതരുടെയും ചിലവായിട്ടും നീ ഇൻഫാക്ക് ചെയ്യണം. ഞാൻ തൃപ്തിപ്പെട്ട, ഞാൻ കൽപ്പിച്ച, അനുവദിച്ച മാർഗങ്ങളിൽ നീ അത് ചിലവഴിക്കണം. അങ്ങനെ ചിലവഴിക്കുമ്പോൾ ഉൻഫിഖ് അലൈക, നിന്റെ മേൽ ചിലവഴിക്കപ്പെടുന്നത് അപ്പോഴാണ്. നിന്റെ മേൽ മറ്റുള്ളവർ ചിലവ് ചെയ്യുന്നത് അപ്പോഴാണ്. ദുന്യാവിൽ വേണ്ടപ്പെട്ടവർ നിങ്ങളുടെ കാര്യത്തിൽ ചിലവ് ചെയ്യുന്നത് അപ്പോഴാണ്. ആയ കാലത്ത് മക്കളെ നോക്കേണ്ട പോലെ നോക്കിയില്ല, നാട്ടുകാരെ പരിഗണിക്കേണ്ട പോലെ പരിഗണിക്കാതെ പിശുക്കി വെച്ച പണക്കാരനായ ഹാജിയാര് വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിൽ വൃദ്ധസദനത്തിലേക്ക് മാറ്റപ്പെടുന്നത് എന്തുകൊണ്ട്? ഒരു കാരണതാണ്, ആയ കാലത്ത് അയാൾ ചെയ്യേണ്ടത് ചെയ്തില്ല, അയാൾ പിശുക്കി വെച്ചു. പിന്നെ മക്കളും തിരിഞ്ഞു നോക്കിയില്ല. നീ ചിലവ് ചെയ്താൽ നിന്റെ കാര്യത്തിൽ മറ്റുള്ളവർ ചിലവഴിക്കും. ദുനിയാവിൽ, പരലോകത്ത് അല്ലാഹു മാത്രമാണ് നമ്മളെ തിരിഞ്ഞു നോക്കാനും സംരക്ഷിക്കാനുമുള്ളത്. അവിടെയും അവന്റെ സഹായം മാത്രമാണ് ഉണ്ടാവുക. മാത്രമല്ല, ഇന്ന സ്വദഖത തുത്ഫിഉ ഗളബർ റബ്ബി വതദ്ഫഉ മീതതസ്സൂ. നമുക്ക് വേണ്ടത് റബ്ബിന്റെ പൊരുത്തവും നല്ല മരണവുമാണ്. മുഅ്മിനീങ്ങളായ നമുക്ക് വേണ്ടതെന്താ? പടച്ചതമ്പുരാന്റെ പ്രീതി വേണം, പൊരുത്തം വേണം. അങ്ങനെ റാഹത്തായിട്ട് ജീവിക്കണം. മരിക്കുമ്പോൾ സന്തോഷായിട്ട് വളരെ സുഖകരമായ മരണം വരിക്കണം. ഇതാണല്ലോ, ഇത് രണ്ടിനുള്ള മാർഗം തീർച്ചയായിട്ടും ദാനധർമ്മങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന സ്വദഖത, തീർച്ചയായിട്ടും ദാനധർമ്മങ്ങൾ, തുത്ഫിഉ ഗളബർ റബ്ബി, റബ്ബിന്റെ കോപത്തെ അണച്ചുകളയും, കെടുത്തിക്കളയും. വേറൊരു റിപ്പോർട്ടിൽ കാണാം, തീ അഗ്നിയെ വെള്ളം കൊണ്ട് അണക്കുന്നത് പോലെ സ്വദഖ കൊണ്ട് അല്ലാഹുവിന്റെ കോപത്തെ അണക്കാൻ സാധിക്കും. മാത്രമല്ല, വതദ്ഫഉ മീതതസ്സൂ, മോശം മരണത്തെ, പ്രയാസകരമായ മരണത്തെ, ചീത്ത മരണത്തെ ദാനധർമ്മങ്ങൾ തടയും. നല്ല മരണം ലഭിക്കാൻ അത് കാരണമാകും. മോശം മരണം എന്ന് പറഞ്ഞാല് ഏറ്റവും വലിയ മോശപ്പെട്ട മരണമാണ് ഈമാൻ കിട്ടാത്ത മരണം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതിൽ നിന്ന് അള്ളാഹു കാക്കും, ഈമാനോടുകൂടെ മൗത്താകാൻ. അല്ലെങ്കിൽ മോശം മരണം കിടന്ന് നരകിച്ച് കിടന്ന് ശരീരത്തിലെ തൊലിയൊക്കെ പൊട്ടി വ്രണമായി ഒന്നും മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് സ്വന്തക്കാര് കൊതിക്കുന്ന അവസ്ഥയിൽ, അതത്ര സുഖമുള്ള മരണമല്ല. അതുപോലെ ചമ്മന്തിയായി റോട്ടിലൊക്കെ ഒടിഞ്ഞ് മുറിഞ്ഞ് നുറുങ്ങിയിട്ടുള്ള മരണം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത് ഒഴിവായി റാഹത്തുള്ള മരണം കിട്ടാൻ വേണ്ടി സ്വതക്ക. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പ്രയാസപ്പെട്ട് കിടക്കുന്ന രോഗികളുള്ള വീട്ടുകാരൊക്കെ
അറുത്തിട്ട് ഇറച്ചി ദാനം ചെയ്യാറുണ്ടല്ലോ. അത് ഈ അടിസ്ഥാനത്തിലാണ്, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നമുക്ക് സാധ്യമാകും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിന് കാര്യകാരണ സഹിതം ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. മാത്രല്ല, ഇത് ആഖിറത്തിലേക്കുള്ളൊരു വിത്താണ്, വിത്ത്. നമ്മൾ ഇവിടെ ജീവിക്കുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. നമ്മുടെ യഥാർത്ഥ ജീവിതം പാരത്രിക ജീവിതമാണ്. അങ്ങോട്ട് വേണ്ടത് അവിടുന്ന് സമ്പാദിക്കാൻ പറ്റൂല, ഇവിടുന്നാണ് ഒരുക്കി വെക്കേണ്ടത്. ആഖിറ ജീവിതത്തിന് വേണ്ടി വിത്തെറിയേണ്ടത് ദുനിയാവിൽ നിന്നാണ്. നമ്മുടെ കൈകളിലുള്ള പണം കൊണ്ടാണ് പരലോക ജീവിത സൗഖ്യത്തിന് വേണ്ടി വിത്തെറിയേണ്ടത്. ഒരു നല്ല കർഷകൻ, ഒരു നല്ല നെല്ല് കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ, ബോധമുള്ള ആള്, അയാൾ എന്താ ചെയ്യാ? കൊയ്തെടുത്ത് വിളവ് കിട്ടിയാൽ എന്താ ചെയ്യാ? ആവശ്യത്തിന് ആഹരിക്കും. കുറച്ച് വേണമെങ്കിൽ എന്താകും? വിൽക്കും. മറ്റെവിടെന്നും വിത്ത് കിട്ടാനില്ലെങ്കിൽ തീർച്ചയായിട്ടും ജാഗ്രതയോടുകൂടെ അടുത്ത കൃഷിക്ക് വേണ്ട വിത്ത് അയാൾ കരുതി വെക്കും. ഇങ്ങനെ നല്ല കർഷകൻ. വെളിവില്ലാത്ത കർഷകനാണെങ്കിൽ എവിടുന്ന് വിത്തൊന്നും കിട്ടൂല, മുഴുവൻ തിന്നും, മുഴുവൻ ദൂർത്തടിച്ചും, മുഴുവൻ വിറ്റിട്ടും തൊലക്കും, വിത്തിനുള്ളത് കരുതി വെക്കൂല. ഇത് ബുദ്ധിശൂന്യതയല്ലേ? അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് ഇവിടെ നമുക്ക് അരിയാക്കാം, വസ്ത്രമാക്കാം, മരുന്നാക്കാം, വീടാക്കാം, വാഹനമാക്കാം. അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരിയായി പരലോക ജീവിതത്തിന് വേണ്ട വിത്താക്കേണ്ടതും ഈ ധനമാണ്. പ്രിയപ്പെട്ടവരെ, അക്കാര്യമാണ് അല്ലാഹു സൂറ ശൂറയുടെ 19-20 ആയത്തുകളിലൂടെ പറയുന്നത്. നമ്മൾ ഇവിടുന്ന് വിത്തിടണം. അല്ലാഹു ലതീഫും ബിഇബാദി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു ലതീഫും ബിഇബാദിഹി, അല്ലാഹു അവന്റെ അടിമകളോട് കനിവുള്ളവനാണ്, കൃപയുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ സമ്പൽ സമൃദ്ധി കൊടുക്കും, സാമ്പത്തിക ശേഷി കൊടുക്കും. വഹുവൽ ഖവിയ്യുൽ അസീസ്, അവൻ ശക്തനും പ്രതാപിയുമാകുന്നു. അങ്ങനത്തെ അല്ലാഹു നമ്മളോടൊക്കെ ദയാലുവാണ്, കൃപയുള്ളവനാണ്, അലിവുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് സമ്പത്ത് അവൻ വാരിക്കോരി കൊടുക്കും. എന്നിട്ട് തുടർന്ന് അല്ലാഹു പറയുന്നു, മൻ കാന യുരീദു ഹർസൽ ആഖിറ നസിദ് ലഹു ഫീ ഹർസി വമൻ കാന യുരീദു ഹർസദ് ദുനിയാ നുഅ്തിഹി മിൻഹാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ നസീബ്. മൻകാന യുരീദു ഹർസൽ ആഖിറ, ഒരാൾ ജീവിക്കുന്നത് ഇവിടെ ജീവൻ നിലനിൽക്കണം, ആശ്രിതർ ജീവിക്കണം, ആരോഗ്യത്തോടെ നിലനിൽക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അയാളെ ലക്ഷ്യം ആഖിറത്തിലേക്ക് വിത്തെറിയലാണ് ഒരാളെ ലക്ഷ്യം. മൻകാന യുരീദു ഹർസൽ ആഖിറ, ഒരാൾ പരലോക കൃഷിയാണ് ലക്ഷ്യമാക്കിയത്, മുഖ്യമായി കണ്ടത്, പ്രാമുഖ്യം കൊടുത്തത്, പ്രധാനമായി കണ്ടത് പരലോക ജീവിതമാണ്. അങ്ങനെ അതിനുവേണ്ടി പരിശ്രമിച്ചാൽ, എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വിത്തെറിയാൻ തുടങ്ങി എങ്കിൽ നസിദ് ലഹു ഫീ ഹർസിഹി, അവന്റെ കൃഷിയിൽ നാം വർധനവ് നൽകുക തന്നെ ചെയ്യും. ഒരു വിത്തങ്ങെറിഞ്ഞാൽ, ആഖിറത്തിലേക്ക് വേണ്ടി ദുന്യാവിൽ ഒരാൾ ഒരു വിത്തെറിഞ്ഞാൽ 10 ഇരട്ടിയും 700 ഇരട്ടി വരെ അത് അല്ലാഹു വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഒറ്റ വിത്ത് മിനിമം 10, മാക്സിമം 700 വരെ പോവും. വർദ്ധിപ്പിച്ചു കൊടുക്കും ആ കൃഷി. വമൻ കാന യുരീദു ഹർസദ് ദുനിയാ, ഒരാളുടെ മുഖ്യ ടാർഗറ്റ് എന്താണെന്നറിയോ? ഇവിടത്തെ കൃഷി, ഇവിടത്തെ കച്ചവടം, ഇവിടത്തെ എൻജോയ്മെന്റ്, ഇവിടത്തെ സുഖാനുഭൂതികൾ, ഇവിടത്തെ സന്തോഷങ്ങൾ, അനുഭൂതികൾ, അതാണ് മുഖ്യമായ ലക്ഷ്യമെങ്കിൽ നുഅ്തിഹി, നമ്മൾ അത് കൊടുക്കും.
അതിനുവേണ്ടി അധ്വാനിച്ചാൽ അത് കൊടുക്കും, കൊടുക്കാതിരിക്കൊന്നുമില്ല. പക്ഷേ വമാലഹു ഫിൽ ആഖിറതി മിൻ നസീബ്, മരണാനന്തര ജീവിതത്തിൽ അയാൾക്ക് ഒരു പങ്കും ഒരു വിഹിതവും ലഭിക്കുകയേയില്ല. അവിടെ അക്കൗണ്ട് ശൂന്യമാകും, ഒരു നസീബും അവിടെ കിട്ടുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വിത്തിടണം. മഹാന്മാരായ സ്വഹാബാക്കൾ വിത്തെറിഞ്ഞ ചരിത്രം നമുക്കറിയാമല്ലോ. സ്വഹാബാക്കൾ എങ്ങനെ വിത്തെറിഞ്ഞത്? അങ്ങനെ വിത്തെറിഞ്ഞാലാണ് നമുക്ക് അള്ളാന്റെ തൃപ്തി കിട്ടുള്ളൂ, നമുക്ക് അള്ളാനെ ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ, നമുക്ക് സ്വർഗം കിട്ടുള്ളൂ. ഖുർആന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനാണ് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഉഹും ബിഇഹ്സാൻ. ആ മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബാ കൂട്ടം, അവരെ ഇഹ്സാനിൽ പിന്തുടർന്ന ആളുകൾ, അവരെ അള്ളാഹ് തൃപ്തിപ്പെട്ടിട്ടുള്ളൂ. അവർക്കേ അള്ളാഹുവിനെ തൃപ്തിപ്പെടാൻ സാധ്യമാകൂ, അവർക്കേ നിത്യവാസം സ്വർഗത്തിലാക്കാൻ സാധിക്കുകയുള്ളൂ. അവരെങ്ങനെ വിത്തെറിഞ്ഞത്? മഹാന്മാരായ സ്വഹാബാ കിറാം, അവരിൽ ധനികന്മാരുണ്ടായിരുന്നു, സമ്പന്നന്മാരുണ്ടായിരുന്നു, അതിസമ്പന്നരായ ആളുകൾ ഉണ്ടായിരുന്നു. അശറത്തുൽ മുബശിരീൻ, സ്വർഗം കൊണ്ട് സുവാർത്ത കിട്ടിയ, ഈ ലോകത്ത് വെച്ച് തന്നെ സ്വർഗത്തിന്റെ ടിക്കറ്റ് കിട്ടിയ 10 സ്വഹാബാക്കളിൽ 5 പേർ മുതലാളിമാരാ. 5 പേർ പാവങ്ങളാണ്, മുമ്പ് മുതലാളിമാരായിട്ട് പിന്നെ ദരിദ്രരായവരടക്കം, അങ്ങനെ 5. നല്ല പണച്ചാക്കുകൾ, ഇഷ്ടം പോലെ ധനമുള്ള ധനവാന്മാർ 5 പേരുണ്ട്. ഒന്നാമതായിട്ടാരാ? മഹാനരായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. 2 അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, തുൽഹ റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. സ്വർഗം മേടിച്ച ആൾക്കാർ, പണം കൊടുത്ത് മേടിച്ച ആൾക്കാർ, പണം കൊടുത്ത് സ്വർഗം വാങ്ങി. അതിൽ ഒന്നാമതായി പറഞ്ഞ സയ്യിദുനാ ദുന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മാത്രം മതി. ഓരോ സഹാബത്തിനെ കുറിച്ചുകൊണ്ട് നീണ്ട ചരിത്രം. അവരെങ്ങനെ വിത്തെറിഞ്ഞത്? അള്ളാഹ് പറയാ, ആ കർഷകൻ കൃഷി ചെയ്തതുപോലെ നീ കൃഷി ചെയ്താൽ ഇഷ്ടം പോലെ വിളവും ഫലങ്ങളും കായ്ക്കനികളും ധാന്യവും തരാന്ന് പറഞ്ഞാൽ ശരിക്കും നോക്കിയിട്ട് അയാൾ ഏത് വള ഉപയോഗിച്ചത് എങ്ങനെ നോക്കൂലേ? സ്വഹാബാക്കൾ എങ്ങനെ കൃഷി ചെയ്ത് നോക്കിയിട്ട് ചെയ്യാനാ നമ്മളോട് പറഞ്ഞത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മദീനയിൽ വരൾച്ചയാണ്, സാമ്പത്തിക മാന്ദ്യമാണ്. എന്നാലോ ഒരു യുദ്ധം അനിവാര്യമായിരിക്കുകയാണ്. ഏതാണ് ആ യുദ്ധം? തബൂക്ക് യുദ്ധം. ഒരു മനുഷ്യന്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ലാത്ത ഘട്ടം. ആ സന്ദർഭത്തെക്കുറിച്ച്, ആ യുദ്ധത്തെക്കുറിച്ച് പറയുന്നത് ജയ്ഷുൽ ഉസ്റാ, ക്ലേശകാലത്ത് നടന്ന സമരം എന്നാണ്. ബുദ്ധിമുട്ട്, സാമ്പത്തികമായി ഞെരുക്കമുള്ള കാലത്ത് നടന്ന യുദ്ധം, ജയ്ഷുൽ ഉസ്റാ. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, റസൂലുള്ളാഹി പറഞ്ഞു, നമുക്കിപ്പോൾ അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അത് ഡിഫൻസാണ്. കയ്യിൽ 10 പൈസ ഇല്ല. ഏത് രാജ്യങ്ങളും ഏത് കാലത്തും ഖജനാവിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് എന്തിനാ? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ റവന്യൂ വരുമാനം, മറ്റു വരുമാനങ്ങൾ, അതിലേക്ക് ഏറിയ കൂറും ചിലവഴിക്കപ്പെടുന്നത് എവിടെ? ഡിഫൻസിന് വേണ്ടിയാ, സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളെ പട്ടാളക്കാരെ തീറ്റിപ്പോറ്റണം, ആയുധങ്ങൾ വേണം. ഏത് രാജ്യം അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കും അത് ആവശ്യം വന്നിട്ടുണ്ട്. പ്രതിരോധത്തിന് വേണ്ടി ഫണ്ട് വേണ്ടി, അന്നത്തെ രീതിയിൽ നല്ല ഫണ്ട് വേണം. ഒരാളെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല. മുത്ത് റസൂൽ മദീന പള്ളിയിൽ എണീറ്റ് നിന്ന് പറഞ്ഞു, മൻ ജഹസ ജയ്ഷൽ ഉസ്റാ ഫലഹുൽ ജന്ന. ഈ ക്ലേശകരമായ ഘട്ടത്തിൽ പ്രതിരോധത്തിന് വേണ്ടി ആരാണ് സംഭാവന തരുന്നത്, അവന് ഞാൻ സ്വർഗം ഓഫർ ചെയ്യുന്നു. ബുഖാരിയിൽ കാണാം ഇത്. ഒരു സഹാബി എണീറ്റ് നിന്നൊരു ഓഫറും പറയുന്നില്ല, പിശുക്കിയിട്ടല്ല, കയ്യിൽ 10 പൈസ ഇല്ല.
അപ്പോഴാണ് സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അലയ്യ ബിമിഅതി ഇബ്ലിൻ, 100 ഒട്ടകം ഞാൻ ഓഫർ ചെയ്യുന്നു റസൂലേ. 100 ഒട്ടകം എന്ന് പറഞ്ഞാല് ഇന്ന് 100 ലോറി കൊടുക്കുന്നതിന് തുല്യ. അവരെ വലിയ സ്വത്ത ഒട്ടകം എന്ന് പറഞ്ഞ 100 ഒട്ടകം ഞാനിതാ ഓഫർ ചെയ്യുന്ന റസൂലേ. അള്ളാന്റെ റസൂൽ അത് കേട്ട ഭാവം പോലും കാണിച്ചില്ല, മൈൻഡ് ചെയ്തില്ല. സാധാരണ അൽഹംദുലില്ലാ മാഷാ അല്ലാ തബാറക്കല്ലാ അല്ലാഹ് കബൂൽ ചെയ്യട്ടെ, ഒരു 100 ഉറുപ്പിക അങ്ങനെയുള്ള നമ്മൾ പറയാ. ഇത് മൈൻഡ് ചെയ്യണില്ല. 100 ഒട്ടകം ഓഫർ ചെയ്തിട്ട് ഉസ്മാൻ എന്നവർക്ക് മനസ്സിലായി ഇതുകൊണ്ട് ഇപ്പൊ തികയൂല, വേറെ ആരെടുത്തും കൊടുക്കാനുമില്ല. രണ്ടാമത് എണീറ്റ് നിന്ന് പറഞ്ഞു, അലയ്യ ബിമിഅതൈ ഇബ്ലിൻ യാ റസൂലല്ലാഹ്, എന്നാ കിടക്കട്ടെ 200 ആയിക്കോട്ടെ റസൂലേ. അപ്പോഴും മൈൻഡ് ചെയ്തില്ല. മൂന്നാമത് വീണ്ടും പറഞ്ഞു, അലയ്യ ബിസലാസിമിഅതി ഇബ്ലിൻ യാ റസൂലല്ലാഹ്, ഈ സമയത്ത് ഡിഫൻസിന് വേണ്ടി 300 ഒട്ടകത്തെ ഞാൻ ഇതാ ഓഫർ ചെയ്യുന്ന റസൂലേ. അപ്പോഴും മൈൻഡ് ചെയ്തില്ല. 300 ഒട്ടകം കൊടുക്കാന്ന് പറഞ്ഞ റസൂലുള്ള തിരിഞ്ഞു വെക്കുന്നില്ല ആ ഭാഗത്തേക്ക്. ഫഖറജ ഉസ്മാനു മിനൽ മസ്ജിദി, അത്രയുമായപ്പോ മദീന പള്ളിയിൽ നിന്ന് ഉസ്മാൻ എന്നവർ പുറത്തിറങ്ങി. പ്രതിഷേധിച്ചിട്ടുള്ള വാക്കൗട്ടല്ല, 300 ഒട്ടകം ഓഫർ ചെയ്തിട്ട്. പള്ളി കമ്മിറ്റിന്ന് ഇങ്ങനെ പറഞ്ഞു, ആചാര്യ നിങ്ങളല്ലേ ഈ നാട്ടിലെ വലിയ മുതലാളി, ചെറിയൊരു മെയിൻ്റനൻസ് ഉണ്ട് പള്ളിക്ക്, ഹൗലൊന്ന് പുതുക്കി പണിയണം, എന്നാ കിടക്കട്ടെ ഒരു 5000 രൂപ. അത് പോരാ, ഒരു 50,000 ആയിക്കോട്ടെ. അപ്പൊ തെറ്റിപ്പോയി ആചാര്യ, 50,000 കൊടുക്കും. ഇതല്ല, ഈ നിലക്ക് വാക്കൗട്ടല്ല, പ്രതിഷേധമല്ല. നേരെ പോയിട്ട് വീട്ടിൽ ഇത് ഓഫർ ചെയ്താൽ പോരല്ലേ, എന്താ ഉള്ളതെന്നൊന്നും അറിയണ്ടേ, കടം പറയാൻ പറ്റുമോ? ഇതിപ്പോ ആവശ്യ. വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ക്ഷാമകാലത്തെ ജീവിതത്തിന് വേണ്ടി 1000 സ്വർണ്ണ നാണയം ഒരു കിഴിയിൽ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് കണ്ടു, 1000 സ്വർണ്ണ നാണയം. വലിയ മുതലാളിയാ. ഈ മുതലാളിക്കാണ് റസൂലുള്ള 2 പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്തത്. ഒന്നിന്റെ പിറകെ ഒന്ന് റുഖയ്യ ബീവി കുട്ടിയെ ആദ്യം നിക്കാഹ് ചെയ്തു കൊടുത്തു. റുഖയ്യ ബീവി വഫാത്തായപ്പോ പിന്നെ ഉമ്മു കുൽസൂം ബീവി കുട്ടിയെ രണ്ടാമത് കൊടുത്തു. അതുകൊണ്ടാണ് ദുന്നൂറൈൻ, 2 വിളക്കുകൾ വഹിച്ച വ്യക്തി, 2 പ്രകാശം, ഇരട്ട പ്രകാശം സ്വന്തമാക്കിയ ആൾ. ഏതാ ഇരട്ട പ്രകാശം? 2 വിളക്ക് റസൂലുള്ളാന്റെ 2 പെൺകുട്ടിയാളാ. ഈ സ്ഥാനപ്പേര് കിട്ടാൻ കാരണം അതാണ്. 2 പെൺമക്കളും വഫാത്തായപ്പോ മുനാഫിക്കുകൾ കുപ്രചരണം നടത്തി. എന്ത്? ഇനി ഉസ്മാൻ ആരും പെണ്ണൊടുക്കരുത്, കാരണം എന്തോ ദുശഗുണമുണ്ട്, അതുകൊണ്ട് ഇനി പെണ്ണ് കൊടുക്കരുത്, പെൺകുട്ടികൾ മരിച്ചു എന്ന്. അങ്ങനെയുണ്ട്. പെരുമ്പാവൂര് ഒരു സഹോദരൻ ആദ്യം കല്യാണം കഴിച്ചു, അല്ല ഒരു സഹോദരിയെ ഒരാൾ കെട്ടിയോ മരിച്ചുപോയി. ആ സഹോദരിയെ രണ്ടാമത് കെട്ടിച്ചു, അയാൾ മരിച്ചുപോയി. പിന്നെ ആർക്കും ഈ പെണ്ണ് കെട്ടാൻ പേടി, കാരണം അത് എന്തോ ഒരു ദുശഗുണം ഉണ്ട് കരുതിയിട്ട് ഒരു ഒലക്കിയില്ല. അതൊന്നും മുസ്ലിമീങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂല. സമയം എത്തിയവര് പോകുന്നല്ലാണ്ട് അപ്പെണ്ണിനെ കെട്ടിയിട്ട് മരിക്കുന്ന ഒരു കിതാബിലും ഇല്ല. അത് അബദ്ധാൻ. മുനാഫിക്കുകൾ കിട്ടിയ ചാൻസിൽ പ്രചരിപ്പിച്ചു, ഇനി ഉസ്മാന് പെണ്ണൊടുക്കരുത്, കാരണം കെട്ടിക്കൊണ്ടോയ അപ്പൊ മരിക്കുകയാണ്. റസൂലുള്ളത് കേട്ട് ചൂടായി പറഞ്ഞ എന്താ അറിയോ? എനിക്കിനി പെൺമക്കൾ ഇല്ലാണ്ട് പോയി. ഇല്ലല്ലോ പെൺകുട്ടികള്, ഉള്ള ഫാത്തിമ ഒരാളെ കീഴിലല്ലേ, ഇല്ലാതെ പോയല്ലോ. എനിക്ക് 40 പെൺപിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കെട്ടിച്ചു കൊടുക്കും. ഓരോന്ന് മരിച്ചാലും ഒരുമിച്ച് പറ്റൂല സഹോദരിമാരെ കെട്ടാൻ. ഞാൻ 40 പെൺപിള്ളേരുണ്ടെങ്കിൽ ഒന്ന് മരിച്ചാൽ ഒന്നിന്റെ പിറകെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കും. ഇങ്ങനത്തെ മുതലാളിയാ. വീട്ടിൽ ചെന്ന് നോക്കിയപ്പോ 1000 സ്വർണ്ണ നാണയം ആ കീഴും കെട്ടെടുത്തു. നേരെ പള്ളിയിലേക്ക് ഓടി വന്നിട്ട് മുത്ത് റസൂലോട് പറഞ്ഞു, ഇതിപ്പോ അവിടെ വീട്ടിലുണ്ട്, ഇതും കൂടി കിടക്കട്ടെ. ആ മുഖത്ത് സന്തോഷം പ്രകടമായി. മുത്ത് നബിയുടെ സുസ്മേര വദനം പുഞ്ചിരി തൂകി. ആ കിഴിയിലുള്ള സ്വർണ്ണ നാണയങ്ങൾ ഹബീബായ റസൂലിന്റെ പവിത്രമായ മടിത്തട്ടിൽ ചൊരിഞ്ഞു. എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ മറിച്ച് കളിച്ചു. ആ നാണയത്തുട്ടുകൾ സ്വർണ്ണ നാണയ. എന്നിട്ട് പറഞ്ഞു, മാ ലറ ഉസ്മാന മാ അമില ബഅദൽ യൗം, മാ ലറ ഉസ്മാന മാ അമില ബഅദൽ യൗം. ഈ ദിവസത്തിന്റെ ശേഷം ഉസ്മാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, സ്വർഗ്ഗുറപ്പാണ്. ഈ ദിവസത്തിന്റെ ശേഷം ഉസ്മാൻ എന്ത് ചെയ്താലും ഉസ്മാൻ അത് ബാധിക്കൂല, സ്വർഗം മിസ്സാവൂല, നഷ്ടപ്പെടുന്ന പ്രശ്നമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയാണ്. എത്ര സംഭവം! ഒരു മുനാഫിഖിന്റെ തോട്ടത്തിലെ 2 ഈത്തപ്പനകൾ
തൊട്ടടുത്ത് താമസിക്കുന്ന അനാഥർ, യതീമുകൾ താമസിക്കുന്ന വീട്ടുമുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മുരട് കപടവിശ്വാസിയുടെ തോട്ടത്തിൽ തന്നെ, അയാളതാണ് പന, ഈന്തപ്പന 2 പക്ഷെ അത് രണ്ടും ചാഞ്ഞു നിൽക്കുക. സൂര്യപ്രകാശത്തിനനുസരിച്ച് തെങ്ങും കമുങ്ങും മരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വൈഡായി വരുമല്ലോ. ഈ 2 ഈത്തപ്പനകൾ യതീം മക്കൾ താമസിക്കുന്ന വീട്ടുമുറ്റത്തേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുകയാണ്. പഴുത്ത് പാകമായ നല്ല മധുരമുള്ള ഈന്തപ്പഴങ്ങൾ ആ ഈന്തപ്പനകളിൽ നിന്ന് യതീമീങ്ങളുടെ മുറ്റത്തേക്ക് വീഴും, പതിക്കും. എട്ടും പൊട്ടും തിരിയാത്ത, വകതിരിവെത്താത്ത അനാഥ മക്കൾ മുറ്റത്തിറങ്ങിയത് കണ്ടാൽ, ബാപ്പയില്ലാത്ത മക്കളുടെ ഉമ്മ, വിധവയായ സഹോദരി എല്ലാ ദിവസവും രാവിലെ എണീറ്റ് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ മുറ്റത്തിറങ്ങിയിട്ട് തന്റെ മുറ്റത്ത് വീണ് കിടക്കുന്ന ഈത്തപ്പഴങ്ങൾ ഓരോന്നോരോന്ന് പെറുക്കിയെടുത്ത് അതിന്റെ ഉടമക്കാരന്റെ തോട്ടത്തിലേക്ക് വലിച്ചെറിയും. എന്തുകൊണ്ട്? തലേ ദിവസം പട്ടിണി കിടന്ന തന്റെ മക്കള് കണ്ണ് തിരുമ്മി എണീറ്റ് വരുമ്പോൾ മുറ്റത്തി ഈന്തപ്പഴങ്ങൾ കണ്ടാൽ ഹറാമും ഹലാലും തിരിച്ചറിയാത്ത പുന്നാര മക്കൾ അത് കഴിച്ചാൽ ബ്ലഡിൽ ഹറാമ് കലരുമെന്ന് ഹബീബ് പഠിപ്പിച്ചതാണല്ലോ. അതുകൊണ്ട് എന്റെ മക്കൾ അനാഥരാണെങ്കിലും പട്ടിണി പാവങ്ങളാണെങ്കിലും അവരുടെ രക്തത്തിൽ ഹറാം കലരാൻ പാടില്ല. ആ ധീര വനിതയുടെ ഒരു നിശ്ചയദാർഢ്യത, സൂക്ഷ്മത. അവരെന്നും പ്രഭാതത്തിൽ ആ മുറ്റത്ത് നിന്ന് ആ ഈന്തപ്പഴം പെറുക്കിയിട്ട് ഉടമയുടെ തോട്ടത്തിലേക്ക് എറിയും. തൊട്ടുചാരെ താമസിക്കുന്ന ഒരു സ്വഹാബി ഇത് കാണാനിടയായി. ഈ സഹോദരി വെളുക്കാങ്കാലത്ത് തന്നെ ഇറങ്ങിയിട്ട് ഇതൊക്കെ വാരിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ആ തോട്ടത്തിലേക്ക് എന്നെ വലിച്ചെറിയുന്നത് കണ്ടപ്പോ അദ്ദേഹം ചോദിച്ചു, എന്താ സഹോദരി? എന്റെ മക്കള് പട്ടിണിയുണ്ട്, അവർക്ക് ഇതൊന്നും എപ്പോഴും കിട്ടൂല, ഞങ്ങൾക്ക് തോട്ടമൊന്നുമില്ലല്ലോ, പൈസ എടുത്ത് മേടിക്കാൻ കയ്യിൽ പൈസ ഇല്ല, ഇവരെ വാപ്പ മരിച്ചും പോയി, അതുകൊണ്ട് ആ മക്കളെടുത്ത് തിന്നണ്ടാന്ന് കരുതിയിട്ട് ചെയ്യുന്നതാണ്. കരള് അലിയിക്കുന്ന ആ വാർത്ത കേട്ടു. ആ സ്വഹാബിക്ക് നോവായി. റസൂലിന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, റസൂലെ, ഒരു ദയനീയമായ രംഗം കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങൊന്ന് ഇടപെട്ടിട്ട്, ആളൊരു കുഴമറിഞ്ഞ ആളാണെങ്കിലും മുസ്ലിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണല്ലോ ഇപ്പൊ ഈ മുനാഫിക്കും. തങ്ങൾ ആ ചങ്ങാതിനെ വിളിച്ചിട്ട് ആ 2 ഈന്തപ്പന ഈ അനാഥ മക്കൾക്ക് വേണ്ടി ഒന്ന് സംഭാവന ചെയ്യാൻ പറയണം. എന്നാലും ഉണ്ടല്ലോ എന്തോരം ഈത്തപ്പന തോട്ടത്തിലുണ്ട്. ഈ 2 പനകൾ ഈ അനാഥ മക്കൾക്ക് വേണ്ടി ദാനം ചെയ്യാൻ അങ്ങൊന്ന് പറഞ്ഞാലും. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് അനാഥരെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ഒരു കോംപ്രമൈസുമില്ല. തന്നെ തെറി പറഞ്ഞ അബൂജഹലിനെ വെറുതെ വിട്ട തങ്ങള്, തന്റെ ആദർശത്തെ കൊഞ്ഞണം കുത്തിയ ആ അബൂജാഹില്, അതുപോലത്തെ ദുഷ്ടന്മാർ അവരെയൊക്കെ വെറുതെ വിട്ടപ്പോഴും അനാഥ മക്കളെ അവഗണിച്ച വാർത്ത കേട്ടപ്പോ ഒരു പുലിക്കുട്ടിയെ പോലെ കേറിച്ചെന്ന് സംസാരിച്ച റഹ്മത്തുല്ലിൽ ആലമീനായ മുത്ത് റസൂലുള്ളാഹി അവിടുത്തെ മനം വേദനിച്ചു. ഉടനെ തന്നെ വിളിപ്പിച്ചു. ആ തോട്ടത്തിന്റെ ഉടമ വരട്ടെ, വിളിപ്പിച്ചു. വന്നു. അയാളോട് പറഞ്ഞു, നിനക്ക് ഒത്തിരി ഒത്തിരി ഈന്തപ്പനകളുണ്ട്, ഇഷ്ടം പോലെ വിളവെടുപ്പുണ്ട്. ആ യതീം മക്കളെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന 2 പനകൾ ആ മക്കൾക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ അതിന് പകരം ഹദീഖത്തൈനി ഫിൽ ജന്ന, 2 തോട്ടം ഞാൻ സ്വർഗത്തിൽ നിന്ന് മേടിച്ചു തരാം. 2 തോട്ടം, പനയല്ല, 2 സ്വർഗീയ പൂന്തോട്ടങ്ങൾ ഞാൻ മേടിച്ചു തരാം. ഇയാള് പറഞ്ഞു, ലാ അബീഉൽ ആജില ബിൽ ആജിലി, ഞാൻ കയ്യിലിരിക്കുന്നത് കടത്തിന് വിൽക്കാറില്ല. ആജിൽ എന്ന് പറഞ്ഞാൽ മുന്നിലുള്ളത്, ആജില് വരാനിരിക്കുന്നത്. നമ്മളൊക്കെ അങ്ങനെയാണ് ഒരർത്ഥത്തില്, നമ്മളൊക്കെ അങ്ങനെ. ഖുർആൻ പറഞ്ഞു, കല്ലാബൽ തുഹിബ്ബൂനൽ ആജിലത വതദറൂനൽ ആഖിറ, മുന്നിലുള്ള സുഖവും മുന്നിലുള്ള അനുഭൂതിയും മുന്നിലുള്ള വിഭവങ്ങളും അതാണ് നിങ്ങൾ ചാടിക്കടിക്കുക. വതദറൂനൽ ആഖിറ, പരലോകം നിങ്ങൾ വിടും. ഇപ്പൊ 2 ദിവസം മുമ്പ് ഇവിടെ ബദരീങ്ങൾ ആണ്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ആരാണ് ബദരീങ്ങൾ, എന്താണ് ബദർ യുദ്ധത്തിന്റെ പ്രസക്തി ഖുർആൻ കൊണ്ട് ഇവിടെ പറയായിരുന്നു. ആളില്ല, കാരണം അതിന്റെ കൂലി ആജിലാണ്. അത് ഉൾക്കൊണ്ട് ജീവിച്ചാൽ അതിന്റെ കൂലി സ്വർഗാണ്. അത് അവിടെ കിട്ടുള്ളൂ, വേറൊന്നും കിട്ടൂല. ഈ വിശന്ന നേരത്ത് ഉച്ചയ്ക്ക് കൂടും ചൂടി AC ഇല്ലാത്ത പള്ളിയിൽ ബുദ്ധിമുട്ടാണ്. എന്നാലോ അസർ കഴിഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു, മഞ്ഞച്ചോറും പോത്തിറച്ചിയും. പള്ളി നിറച്ചും അപ്പുറത്തും ആളായിരുന്നു. എന്താ കാരണം? അത് ആജിലാണ്. അതിന്റെ ടേസ്റ്റ് നോമ്പുറക്കുമ്പോ കിട്ടും, അധികം നീണ്ടു പോവില്ല. ഈ ചങ്ങായി പറഞ്ഞ വർത്താനാണ്, ലാ അബീഉൽ ആജില ബിൽ ആജിലി, മുന്നിലിരിക്കുന്നത് വിറ്റിട്ട്
വരാനിരിക്കുന്ന ഒരു മൂല്യത്തിനോ വിലക്കോ വേണ്ടി ഈ കച്ചവടത്തിന് ഞാനില്ലാറുണ്ട്. റസൂലുള്ളാഹിക്ക് വിഷമമായി, സങ്കടമായി. സാക്ഷികളായ സ്വഹാബികൾ നിസ്സഹായരായി നോക്കി നിന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംഭവ സ്ഥലത്തില്ല, പുറത്തെന്തോ കാര്യത്തിന് പോയതാണ്. ഇവിടെ സാക്ഷികളായ ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായ സ്വഹാബിമാരിൽ ഒരാൾ ഉസ്മാൻ എന്നവരെ തേടി ഓടി കണ്ടെത്തി. ഈ ദയനീയമായ കഥ അവിടത്തോട് പങ്കുവെച്ചു. രണ്ട് അനാഥ കുട്ടികളെ കേസാണ്. അള്ളാന്റെ റസൂലിന് വല്ലാത്ത മനോവേദനയായിട്ടുണ്ട്. ആ കള്ള മുനാഫിക്കാണെങ്കിൽ അത് വിട്ടുകൊടുക്കാനും തയ്യാറല്ല. നേരെ ഓടി മുനാഫിത്തിനെ കാണാൻ, തോട്ട ഉടമയെ കാണാൻ വേണ്ടി ചെന്നിട്ട് പറഞ്ഞു, അത്തബിഉ ഹദീഖതക്, നിന്റെ തോട്ടം വിൽക്കൂടാന്ന് വെച്ചു. ഓടി ചെന്നിട്ട് ഒറ്റ ചോദ്യം, തോട്ടം വിൽക്കു വെച്ചു. വിൽക്കും, നല്ല വില ഇടണമെന്ന് പറഞ്ഞു. എന്താ വില എന്ന് വെച്ചു. വായിൽ കൊള്ളാത്തൊരു കൊള്ള വില പറഞ്ഞു. അന്നത്തെ നാട്ടു നടപ്പിന്റെ ഇരട്ടി വില, കൊള്ള വില പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വില പേശാൻ പോലും നിൽക്കാതെ അപ്പൊ തന്നെ അഡ്വാൻസ് കൊടുത്ത് ബാക്കിയുള്ള പൈസയും കൊടുത്തിട്ട് ആ തോട്ടം മൊത്തം വാങ്ങി. അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, അങ്ങ് പ്രയാസപ്പെടണ്ട, യതീമക്കൾ പ്രയാസപ്പെടേണ്ട റസൂലേ, ഞാൻ ആ തോട്ടം മൊത്തം ആ അനാഥ മക്കൾക്ക് വേണ്ടി മേടിച്ചിരിക്കുന്നു. വേണമെങ്കിൽ 2 പന കൊടുത്തോളൂ, അല്ലെങ്കിൽ 10 പന കൊടുത്തോളൂ, മൊത്തം തോട്ടം കൊടുത്തോളൂ, അങ്ങയുടെ ഇഷ്ടം. ഞാൻ ആ യതീമക്കളെ ഉദ്ദേശിച്ചിട്ട് ആ തോട്ടം മൊത്തം വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. മദീനയിൽ ഒരു കിണറുണ്ട്, മദീനയിൽ ഇന്നുണ്ടാ കിണർ. ആ കിണറിന്റെ പേര് ബിഇറു ഉസ്മാൻ, ഉസ്മാൻ കിണർ. എന്താ സംഭവം? മദീനയിൽ വെള്ളത്തിന് വലിയ ടൈറ്റുള്ള കാലം, വരൾച്ചുള്ള കാലം. ആ ഏരിയയിൽ മാത്രമേ വെള്ളമുള്ളൂ. ഒരു ജൂതന്റെ കൈവശാണ് ആ മേഖല. 12,000 ദിർഹം കൊടുത്ത് ആ കിണർ വാങ്ങി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്തു സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, നമുക്കും മരിക്കണ്ടേ? ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും പോകണ്ടേ? എന്ത് വിത്താ നമ്മൾ എറിഞ്ഞിട്ടുള്ളത്? പാരത്രിക മോക്ഷത്തിന് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, പരമാനന്ദത്തിന് വേണ്ടി, ശാശ്വതമായ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ എന്താ എറിഞ്ഞത്? നമ്മൾ 2.5% സക്കാത്ത് പോലും കൊടുക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ മുനാഫിക്കിന്റെ ആധുനിക ഫോട്ടോസ്റ്റാറ്റല്ലേ നമ്മൾ? ആ അനാഥരെ അവഗണിച്ച കപടവിശ്വാസിയുടെ വർത്തമാനകാലത്തെ പ്രതിരൂപമാവില്ലേ നമ്മൾ? സൂക്ഷിക്കേണ്ട കാര്യല്ലേ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ജാഗ്രത വേണം, നമ്മൾ ഉണരണം, നമുക്ക് താല്പര്യം തന്നെ വേണം. എടങ്ങാറാകുക, ഇപ്പോ സക്കാത്ത് ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ ബുദ്ധിമുട്ടല്ലേ, കെട്ടങ്ങട്ട് അല്ലെങ്കിൽ എഴുതും, എന്റെ വക സക്കാത്തുൽ മാലിലേക്ക് 25,000 രൂപ, പിറ്റേ റമളാൻ വരെ അയാളെ പിന്നാലെ നടക്കണം. ഏത് വക്കീല് അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആള്. എന്താ മനസ്താപം? അത് അന്നൊരു ആവേശത്തിൽ എഴുതി കൊടുക്കണല്ലോ. പച്ച മുനാഫിക്കിന്റെ സ്വഭാവമാണ്. വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. കപടന്മാർ ചിലവഴിക്കും, പക്ഷേ ആ ചിലവഴിക്കുമ്പോൾ അവർ വെറുപ്പോടെ, മനസ്സിൽ വെറുപ്പോടെ, ബുദ്ധിമുട്ടോടെയാണ് ചെയ്യുക എന്ന് അല്ലാഹു പറയുന്നുണ്ട്. അങ്ങനെയല്ല, നോമ്പറക്കാൻ നമ്മൾ വിഭവങ്ങളിലേക്ക്, ടേബിളിലേക്ക് ഏത് ആവേശത്തിലാ, അതിനേക്കാൾ ആവേശത്തിൽ വേണം ഈ കാര്യങ്ങൾക്ക് പോകാൻ. നിങ്ങളോട് ഇതിൽ കൂടുതൽ ഉത്ബോധനം വേണമെന്ന അഭിപ്രായം എനിക്കില്ല. കാരണം നിങ്ങൾ ന്യായമായും സഹകരിക്കുന്നവരാണ്. മൂവാറ്റുപുഴയിലെ നല്ല ജനങ്ങൾ, സെൻട്രൽ ജമാഅത്തിലെ അംഗങ്ങൾ, അർഹരായ ആളുകൾ, ബാധ്യതയുള്ളവർ ഇക്കാര്യത്തിൽ സൂക്ഷ്മത ഉള്ളവരാണ്. എണ്ണപ്പെട്ട ആരെങ്കിലും അവഗണിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. 2022 മുതൽ 24 വരെയുള്ള 3 വർഷങ്ങളിലായി 93,25,684 രൂപ സക്കാത്തുൽ മാൽ സംരംഭത്തിലേക്ക് വക്കീലായ എന്നിലൂടെ ഇവിടെ ഇത്രയും ഫണ്ട് വന്നു. 1 കോടിയോളം രൂപ. അതുകൊണ്ട് 3 സെന്റ് വീതം 8 കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങിച്ച് ആദ്യം അവർക്ക് ആധാരം ചെയ്തു കൊടുത്തു. ഒന്ന് വെയിറ്റ് ചെയ്തു, അവരൊന്ന് പരിശ്രമിച്ച് ഗവൺമെന്റിൽ നിന്ന് വല്ല ഫണ്ടും കിട്ടുകയാണെങ്കിൽ ഉണ്ടാവുമോ. അവർക്കാർക്കും അതിന് സാധ്യമല്ല എന്ന് കണ്ടപ്പോ മനോഹരമായ സുന്ദരമായ 8 ഭവനങ്ങൾ നമ്മളവിടെ പണി കഴിപ്പിച്ച് ആ പാവങ്ങൾക്ക് കൊടുത്തു. മിച്ചം വന്ന തുകയിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ കൊണ്ട് ഒരു 12 സെന്റ് ഭൂമി 4 പേർക്ക് കൊടുക്കാൻ പാകത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ അതിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബാക്കി തുക നമുക്ക് കൊടുക്കാണ്ട്. മാത്രമല്ല, ഭവനരഹിതരെ മാത്രം മാനിച്ചാൽ പോരാ, സക്കാത്തിന്റെ അവകാശികൾ 8 ഉണ്ട്. 8 ഗ്രൂപ്പിനും ഇന്നത്തെ കാലത്ത് കിട്ടൂലെങ്കിലും ഒരു 4-5 ഗ്രൂപ്പിനെ നമ്മുടെ നാട്ടിലും കിട്ടും.
ഒരു ഭവനരഹിതരായ മിസ്കിന്മാരെ മാത്രം പരിഗണിച്ച് മറ്റുള്ള അവകാശികളെ പാഴാക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നത് കുറ്റാണ്. വക്കാലത്ത് ഏറ്റെടുത്ത ആളുകൾക്ക് എനിക്ക് അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. അവിടെ ഒരു ഒന്നും വീടിന്റെ പിന്നാലെ പോകാൻ പറ്റൂല. ചികിത്സക്ക് പണമില്ലാതെ, ഡയാലിസിസിന് പണമില്ലാതെ മറ്റു പല ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഫുഖറാ മസാക്കീൻ നമ്മുടെ മഹലിന്റെ പരിധിയിലുണ്ട്. അവരെ കൂടി നമുക്ക് പരിഗണിക്കണം. ഈ സ്ഥലത്തിന് 5 ലക്ഷം കൊടുത്തത് ബാക്കിയുള്ള തുക കൊടുക്കണം. ഈ ഫണ്ടിലേക്ക് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി മുൻവർഷങ്ങളിലൊക്കെ സഹകരിച്ചതുപോലെ തന്നെ അതിനേക്കാളുപരി നിങ്ങൾ സഹകരിക്കണമെന്ന് ഉണർത്തുന്നു. ഈ പദ്ധതിയുടെ വക്കീല് ജമാഅത്ത് ഖത്തീബാണ്. സക്കാത്തുൽ ഫിത്റിന്റെ വക്കീലായി ബഹുമാനപ്പെട്ട ജമാഅത്ത് പ്രസിഡന്റ് കൊച്ചമ്പതുക്കായെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ ചില നിയമവും വശമൊക്കെ ഉണ്ട്. അത് കമ്മിറ്റിക്കാരെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിച്ചൊക്കെ പോവുക, അതൊന്നും പറ്റൂല. ഇതിനൊക്കെ ചില വ്യവസ്ഥാപിതമായ റൂട്ടുണ്ട് സക്കാത്തൊക്കെ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ വീടൂല. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അതിൻ്റെ വിതരണം എങ്ങനെ, അതിൻ്റെ അവകാശികൾ ആര്, ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രൂപത്തിൽ കൊടുക്കണമെന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു കുറ്റമറ്റ വിധത്തിൽ ഈ നിർബന്ധ ബാധ്യത ചെയ്തു തീർക്കാൻ നമ്മളെയൊക്കെ സഹായിക്കുമാറാകട്ടെ.